ഇവിടെ നോക്കാം. കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ് TOS 1 ആയിരുന്നു, തിയറി ഓഫ് സ്ട്രക്ചർ 1. നമ്മൾ ഈ സെമ്മിൽ നിങ്ങളെ 4th സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2 ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ തന്നെ നമ്മൾ അതിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സെക്കൻഡ് പാർട്ടാണ് 2 ആയിട്ട്, അതായത് ഇതിൻ്റെ വോളിയം 2 ആയിട്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം 2 ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്. കഴിഞ്ഞതിൽ തിയറി ഓഫ് സ്ട്രക്ചർ വോളിയം 1 ആയിട്ടുള്ള റേഡിയൻ്റെ ടെക്സ്റ്റ് ബുക്കായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വോളിയം 2 ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കോഴ്സ് കോഡ് 4014 പിന്നെ നമുക്ക് 4 മൊഡ്യൂൾസ് തന്നെയാണ് ഇതിലും വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ 4 മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓരോന്നിൻ്റെ അനാലിസിസ് പഠിച്ചിരുന്നു അല്ലേ. ഓരോ സ്ലാബ്, അതിൻ്റെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, അങ്ങനെയുള്ള ഓരോന്നിൻ്റെയും. ഇപ്പോൾ ഒരു ബീമാണെങ്കിൽ ബീമിൽ വരുന്ന ബെൻഡിങ്, ഷിയർ സ്ട്രെസ്സ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം, അങ്ങനെ എല്ലാത്തിലും ബെൻഡിങ് സ്ട്രെസ്സ് കാണാൻ, മൊമെൻറ്റ് കാണാൻ, അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് 4 മൊഡ്യൂളായിട്ട്. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ കോളം, നമ്മളൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ പില്ലർ, കോളം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ ഒരു കോളത്തിൻ്റെ അനാലിസിസ്, ആ കോളത്തിൽ ഷോർട്ട് കോളം ഉണ്ട്, ലെങ്ത് വൈസിൽ ഒരു ഇത്ര ലെങ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ലോങ് കോളം എന്ന് പറയും. അപ്പോൾ ആ ലോങ് കോളിൽ അല്ലെങ്കിൽ ഷോർട്ട് കോളത്തിൽ അതിൻ്റെ ലോഡ് വരുന്ന സമയത്ത് അത് ബക്കിൾ ചെയ്യും അല്ലേ, ബെൻഡ് ചെയ്യുന്നതിൽ ഒരു ആക്ഷൻ വരും ലോഡ് അധികമാവുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ അനാലിസിസും അതിൻ്റെ എത്രത്തോളം ലോഡ് ഒരു കോളത്തിന് ക്യാരി ചെയ്യാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ ലോഡ് വെച്ചിട്ട് അതിൻ്റെ സ്ട്രെസ്സ് കാണുന്നതും ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റത്തെ മൊഡ്യൂൾസിൽ. ആ മൊഡ്യൂളിൽ തന്നെ നിങ്ങൾക്ക് ട്രസ് എന്ന് പറയുന്നത് അറിയുന്നതാണ്. ട്രസ്സിനെ കുറിച്ച് അതിൻ്റെ അനാലിസിസ് കൂടി അതിൽ പഠിക്കുന്നുണ്ട്. സാധാരണ നിങ്ങളുടെ ഷീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു റൂഫിംഗ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യുമ്പോൾ ട്രസ് ചെയ്യും. നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ട്രസ് ചെയ്തിട്ട് ആ ട്രസ്സിൻ്റെ മുകളിലാണ് നമ്മൾ റൂഫിംഗ് ഷീറ്റ് ഇടുന്നത്. ആ ട്രസ്സിൻ്റെ ഡിസൈൻ, ഓരോ എലമെൻറ്റിലും കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ, അത് എത്രയാണോ വരുന്നത്, അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്കവിടെ വരുന്ന ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സ്, അതായത് കോളത്തിൽ തന്നെ ബെൻഡിങ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഡയറക്റ്റ് സ്ട്രെസ്സും വന്നിട്ട് അതിൻ്റെ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ഇതിൽ നിങ്ങൾ ബീമിൻ്റെ വരച്ചിരുന്നു, ഇതിൽ കോളത്തിൻ്റെ വരയ്ക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഡാമും റീറ്റൈനിങ് വാളും അതേപോലെ തന്നെ ഫിക്സഡ് ബീംസും. ഡാം റീറ്റൈനിങ് വാൾ ഒക്കെ എല്ലാം സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, ഡാം അതേപോലെ റീറ്റൈനിങ് വാൾ നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ഓരോ പോർഷൻസും കാണാനുള്ള സ്റ്റെപ്പിൽ ഫസ്റ്റ് ഇത് പ്രഷർ കാണാൻ അവിടെ വരുന്ന ഡാം നിങ്ങൾക്ക് അറിയാമല്ലോ. വെള്ളം റീറ്റൈനിങ് ചെയ്യാനുള്ള സ്ട്രക്ചറിനെയാണ് ഡാം എന്ന് പറയുന്നത്. സോയിൽ റീറ്റൈനിങ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും റീറ്റൈനിങ് ആണ് പർപ്പസ്. എന്നാലും ചെറിയ നമുക്കിപ്പോൾ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ ആദ്യം കാണണം. അപ്പോൾ പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ആ പ്രഷർ എവിടെ ആക്ട് ചെയ്യുന്നു, ആ പോയിൻ്റ് അത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. അത് ബേസിൽ നിന്ന് എത്ര ഹൊറിസോണ്ടൽ മാറിയിട്ടാണ്, അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് വൈസിൽ നമ്മൾ അതിൻ്റെ സ്ട്രെസ്സുകൾ രണ്ട് എൻഡിലും ഉണ്ടാകുന്ന സ്ട്രെസ് ഇൻറ്റൻസിറ്റീസ്, മിനിമം സ്ട്രെസ് ഉണ്ടായിരിക്കും, മാക്സിമം സ്ട്രെസ് ഉണ്ടായിരിക്കും, അത് കാണും. അതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ ബീംസ് ആൻഡ് ബെൻഡിങ് എന്ന് പറയുന്ന ഇതാണ് മൊഡ്യൂളാണ് വരുന്നത്, ബീംസ് ആൻഡ് ബെൻഡിങ്. അതിൽ നമുക്ക് ഒരു ബീമിൽ ലോഡ് വരുന്ന സമയത്ത് ചെറുതായിട്ട് അത് ബെൻഡ് ചെയ്യും. കാരണം എങ്ങനെയാണ് സ്ട്രക്ചർ കിടക്കുന്നത്, സ്ലാബിൻ്റെ താഴെയാണ് ബീം. അപ്പോൾ മുകളിൽ നിന്ന് ലോഡ് വരുന്ന സമയത്ത്, ഓവറായി വരുന്ന സമയത്ത് അതിൻ്റെ സഫിഷ്യൻറ്റ് സ്ട്രെങ്ത്തിലല്ല കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബീമിൽ ചെറിയ ബെൻഡിങ് വരും. നമുക്ക് ആ ബെൻഡിങ് ഡയറക്റ്റ് ബെൻഡ് ചെയ്ത പോലെ കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ കഴിയുക അവിടുത്തെ പ്ലാസ്റ്ററിങ്ങിൽ ക്രാക്ക് വരും. അപ്പോഴാണ് 1 mm അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മില്ലിമീറ്റർ എന്തുണ്ടായിരിക്കുള്ളൂ, ബെൻഡിങ്ങിൽ വന്നിട്ടുള്ള ക്രാക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ബെൻഡിങ് കാണാനുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ബീംസിലുള്ള ബെൻഡിങ് കാണാനുള്ള ഇക്വേഷൻസ്, അതാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് കണ്ടിന്യൂസ് ബീംസ്, നമുക്കിപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ കോളം ബീം കണക്ട് ചെയ്തൊരു സ്ട്രക്ചർ ആയിരിക്കും ഒരു ക്ലാസ് റൂം, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബിൽഡിങ്. അപ്പോൾ അതിലുള്ള ബീം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബീമാണ്. ഈ എൻഡ് മുതൽ ആ എൻഡ് വരെയും കണ്ടിന്യൂസ് ബീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അനാലിസിസ്, അത് ചെറിയൊരു പാർട്ടേ വരുന്നുള്ളൂ നിങ്ങൾക്ക് മൊഡ്യൂളായിട്ട്. ഇങ്ങനെയാണ് 4 മൊഡ്യൂളിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് സിറ്റർ എന്ന് പറയുന്ന സൈറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തു തരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു നോട്ട്ബുക്ക് കാര്യങ്ങൾ വേണം. ആ ബുക്കിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ മൊഡ്യൂളിലും കാര്യങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. പ്രോബ്ലം ആണെന്ന് വെച്ചാൽ പ്രോബ്ലം എഴുതിയിട്ട് അത് കാണിക്കണം. ഡൗട്ടുകളുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നിലേക്ക് പോവാം. അപ്പോൾ
അപ്പോൾ ആ കോഴ്സ് കണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം ആ സിലബസിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ കോളം ആൻഡ് സ്ട്രട്ട്, അത് കഴിഞ്ഞ് അനാലിസിസ് ഓഫ് സ്ട്രെസ്സ്, പിന്നെ ഉള്ളത് മൊഡ്യൂൾ 2 ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സ്, ഡാംസ് ആൻഡ് റീറ്റെയിനിങ് വാൾസ്, പിന്നെ അതിൽ തന്നെ ഫിക്സഡ് ബീംസ്, പിന്നെ മൊഡ്യൂൾ 3 ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, പിന്നെ മൊഡ്യൂൾ 4 കണ്ടിന്യൂസ് ബീംസ്, അതേപോലെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇതിലേതെങ്കിലും ഒന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ ഇതുണ്ടായിരിക്കും, ഓരോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ബീമിൻ്റെ ഒരു അനാലിസിസ് എടുത്താൽ മതി, മറ്റേ പാർട്ട് വേണമെന്നില്ല. അതുകൊണ്ട് അത് തന്നെ വളരെ ചെറിയ പോർഷൻ ആയതുകൊണ്ട് എളുപ്പം നമുക്ക് വളരെ സിമ്പിളാണ് ആ മൊഡ്യൂള്. എല്ലാ മൊഡ്യൂൾസും കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒന്നാമത്തെ TOSനേക്കാൾ ഒന്നുകൂടി സിമ്പിളായിരിക്കും. അത്രയും ഹെവി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് TOS 1 നിങ്ങൾക്ക് സെൻട്രോയിഡ്, മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ അങ്ങനെ ലെങ്തി ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇതിലങ്ങനെ ലെങ്തി ആയിട്ടില്ല, നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിലാകുമ്പോഴേക്കും ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് കോളം ആൻഡ് സ്ട്രട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും കറക്റ്റ് നോട്ട് വേണം. പറയുന്ന നോട്ടുകളൊക്കെ വളരെ കുറച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളത് നോട്ട്സ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയുള്ളൂ. അത് കറക്റ്റ് സമയം തന്നെ സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ബേസിലാണ് അറ്റൻഡൻസ് ഉണ്ടായിരിക്കുക.